കൃഷിക്ക് വലിയ സഹായവും കുതിപ്പും നൽകുന്നതാണ് വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് വെള്ളിയാങ്കല്ല് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2021-22 ബജറ്റിലാണ് പദ്ധതിക്കായി തുക വകയിരുത്തിയത്. 2 വർഷത്തിനുള്ളിൽ തന്നെ പദ്ധതി പൂർത്തീകരിച്ചു. 35 വർഷത്തെ കൃഷിക്കാരുടെ ആവശ്യമാണ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കിയത്. 100 ഹെക്ടർ കൃഷിയിടത്തിൽ ജലസേചനത്തിന് പദ്ധതി ഉപകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടൊപ്പം തൃത്താലയിൽ മാത്രം നടപ്പാക്കുന്ന പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. കാർഷിക പ്രാധാന്യമുള്ള തൃത്താലയെ തരിശുരഹിതമാക്കുക, കൃഷിഭൂമി മുഴുവനും കൃഷി ചെയ്യുക എന്നതാണ് സുസ്ഥിര തൃത്താലയിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയിലൂടെ 2.5 വർഷം കൊണ്ട് 800 ഹെക്ടർ കൃഷി അധികം ചെയ്യാനായി എന്നത് അഭിമാനകരമായ നേട്ടമാണ്. തൃത്താലയുടെ വിവരങ്ങളെല്ലാം ഒറ്റ ക്ലിക്കിൽ ലഭ്യമാക്കുന്നതിനായി വെബ്സൈറ്റ് തയ്യാറാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്ഭുതകരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. മണ്ഡലത്തിലെ സമഗ്രമായ വികസനം മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വെള്ളിയാങ്കല്ലി പമ്പ് ഹൌസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ പരദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.പി.എം. സക്രിയ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം സൗമ്യ സുഭാഷ്, ടി. ശാന്തകുമാരി, ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. അപ്പോ 35 വർഷത്തെ ഈ പ്രദേശത്തെ ആളുകളുടെ, പ്രത്യേകിച്ച് കൃഷിക്കാരുടെ ഒരാവശ്യം നിറവേറ്റാൻ കഴിഞ്ഞതിന്റെ അഭിമാനവും ചാരിതാർത്ഥ്യവും ഞാൻ ഈ വേദിയിൽ പ്രകടിപ്പിക്കുകയാണ്. 100 ഹെക്ടർ കൃഷിസ്ഥലത്ത് ജലസേചനത്തിന് പ്രയോജനപ്പെടുന്നത് 100 ഹെക്ടർ. അപ്പൊ കൃഷിക്ക് വലിയ സഹായവും കുതിപ്പും നൽകുന്നതാണ് ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. ഇത് മാത്രമല്ല, ഇതുപോലെ ദീർഘകാലത്ത് ആവശ്യമായിരുന്നു കൂടല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. അത് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്ന സന്തോഷവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇതും കൂടല്ലൂരുമൊക്കെ ആരംഭിക്കുന്നതിന് വേറെയും ഒരു പശ്ചാത്തലമുണ്ട്. MLA ആയ ഉടൻ തൃത്താലയിൽ മാത്രം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സുസ്ഥിര തൃത്താല. സുസ്ഥിര തൃത്താലയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാർഷിക പ്രാധാന്യമുള്ള തൃത്താലയെ തരിശുരഹിതമാക്കുക, കൃഷിഭൂമി മുഴുവൻ കൃഷിയോഗ്യമാക്കുക, കൃഷി ചെയ്യുക എന്നതാണ്. വലിയ മാറ്റം അതുകൊണ്ടുണ്ടായി. ഇപ്പോ 800 ഹെക്ടറിലധികം കൃഷി അധികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. CCTV ന്യൂസ്, തൃത്താല.